ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ 17th ക്ലാസ്സാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിസീസ് ഗോയിങ് ഫോർ എലിമിനേഷൻ എന്ന ടോപ്പിക്കാണ്. ജനറൽ നോളജ് ഭാഗത്തെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഡിസീസ് ഗോയിങ് ഫോർ എലിമിനേഷൻ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഇറാഡിക്കേഷൻ, അതുപോലെ എലിമിനേഷൻ. ഈ രണ്ട് ടേംസും ഒന്ന് തന്നെയാണോ, ഇതിൻ്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ദ ഇറാഡിക്കേഷൻ ഓഫ് എ ഡിസീസ് ഈസ് എ ഗ്ലോബൽ ആൻഡ് പെർമനൻറ്റ് അച്ചീവ്മെൻറ്റ് വൈൽ ദ എലിമിനേഷൻ ഓഫ് എ ഡിസീസ് റിലേറ്റ്സ് ടു എ സ്പെസിഫിക് ജിയോഗ്രാഫിക് ഏരിയ. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, എലിമിനേഷൻ ഓഫ് ദ ഡിസീസ് ആണ് അല്ലേ. അപ്പം എലിമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആ ഒരു ഡിസീസിനെ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്യുക എന്നതാണ് എലിമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറാഡിക്കേഷൻ എന്ന് പറയുമ്പം ആ ഒരു പെർട്ടിക്കുലർ ഡിസീസ് ഈ വേൾഡിൽ തന്നെ എന്താണ് ഇല്ലാതായിരിക്കുകയാണ്. ഓക്കെ, ഗ്ലോബലി നമ്മളൊരു അച്ചീവ്മെൻറ്റ്, ആ ഡിസീസ് ഇല്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു അച്ചീവ്മെൻറ്റ് നമ്മൾ നേടിയിരിക്കുകയാണ്. അതിനാണ് നമ്മൾ ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം എലിമിനേഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് നമ്മൾ ആ ഒരു ഡിസീസിനെ തുടച്ചു മാറ്റി. ആൻഡ് ഇറാഡിക്കേഷൻ എന്ന് പറയുന്നതാണ് ഗ്ലോബലി ആ ഒരു ഡിസീസ് എന്താ ഇപ്പം എവിടെയും കാണാനില്ല, അങ്ങനെ നമ്മൾ ഗ്ലോബലി ആ ഒരു ഡിസീസിനെ എടുത്തു മാറ്റിയതിനാണ് നമ്മൾ ഇറാഡിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറാഡിക്കേഷൻ മീൻസ് ദാറ്റ് ഇൻ്റർവെൻഷൻ മെഷേഴ്സ് ആർ നോ ലോങ്ങർ റിക്വയർഡ് ആൻഡ് ഏജൻറ്റ് ദാറ്റ് പ്രീവിയസ്ലി കോസ് ദ ഡിസീസ് ഈസ് നോ ലോങ്ങർ പ്രസൻറ്റ്. അപ്പോൾ എന്താണ്, ഇപ്പം ഇറാഡിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്, ഇനി ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒന്നും നമുക്കിനി എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ മുൻപ് ഈ ഡിസീസ് വന്ന ആ ഒരു ഏജൻറ്റ് ഇനി എന്താണ്, ഇനി ആ ഒരു ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഗ്ലോബലി ആ ഒരു ഏരിയയിൽ അതിന് പ്രസൻറ്റ് ആയിരിക്കത്തില്ല, അതിന് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒന്നും എടുക്കേണ്ട കാര്യവും വരുന്നില്ല. ഇൻ കോൺട്രാസ്റ്റ് ദ എലിമിനേഷൻ ഓഫ് എ ഡിസീസ് ഈസ് വെൻ ഡെലിബറേറ്റ് എഫോർട്സ് ലീഡ്സ് ടു ലോക്കൽ ഇൻഫെക്ഷൻസ് ബീങ് റെഡ്യൂസ് ടു സീറോ വിത്തിൻ എ ഡിഫൈൻഡ് ജിയോഗ്രാഫിക്കൽ ഏരിയ. സോ അപ്പോൾ എന്താണ്, എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് എന്ത് ആ ഒരു ഡിസീസ് റെഡ്യൂസ് ആയിട്ടുള്ളത്. പക്ഷേ ഗ്ലോബലി എന്താണ്, ആ ഒരു ഡിസീസ് സ്റ്റിൽ റിമെയിൻ ചെയ്യുകയാണ് ഉള്ളത്. A disease can be eliminated from a specific region without being eradicated globally. Additionally, actions to prevent the disease from transmitting or re-emerging are still required once a disease is eliminated. So എന്താണ്, നമുക്ക് ഗ്ലോബലി അല്ലാതെ തന്നെ ഒരിടത്ത് മാത്രം ഈ ഒരു ഡിസീസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയും സാധിക്കും. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഈ ഡിസീസ് കോസിങ് ആ ഒരു ഏജൻറ്റ് തിരിച്ച് വീണ്ടും വരാതിരിക്കാനുള്ള ഒരു മെഷേഴ്സും കൂടി നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. അതുപോലെ തന്നെ വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീ എമർജൻസ് ആയിട്ട് വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസും കൂടി എടുക്കേണ്ടതായിട്ട് ഉണ്ട്. Next, the list of eradicable disease provided by the International Task Force for Disease Eradication ITFDE was formed in 1988 at the Carter Center. It is supported by Bill and Melinda Gates Foundation and advises bodies such as World Health Organization on various aspects of disease eradication. So, eradication കേസിൽ വരുമ്പം ഈ ഇറാഡിക്കേഷൻ ഡിസീസ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഏതൊക്കെ ഡിസീസാണ് ഇറാഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ ടാസ്ക് ഫോഴ്സ് ഫോർ ഡിസീസ് ഇറാഡിക്കേഷൻ എന്ന് പറയുന്ന സിസ്റ്റമാണ്. ആൻഡ് ഇത് ഫോം ചെയ്തത് 1988 ആൻഡ് ഇത് ബിൽ ഗേറ്റ്സും മെലിൻഡ ഗേറ്റ്സും കൂടിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ ഒരുപാട് ഡിസീസ് ഇറാഡിക്കേഷൻ ബോഡീസും ഇവരുമായിട്ട് എന്ത് ചെയ്തിട്ട് അഡ്വൈസസ് വാങ്ങിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇൻ്റർനാഷണൽ ടാസ്ക് ഫോഴ്സ് ഫോർ ഡിസീസ് ഇറാഡിക്കേഷൻ ആണ് നമ്മുടെ ഈ ഡിസീസ് വേൾഡ് വൈഡ് അല്ലെങ്കിൽ ഗ്ലോബലി ഒരു ഡിസീസ് ഇറാഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസീസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ITFDE ആണ്. നെക്സ്റ്റ് ഇനി പറയുന്ന ഭാഗങ്ങൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഇവർ പറയുന്ന ഡിസീസ് ഇറാഡിക്കേഷൻ പ്രോഗ്രാംസും അതുപോലെ തന്നെ ഇപ്പം എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും അതുപോലെ 2030 കൂടിയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് ഡിസീസും 3 കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അത് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. 3 പ്രോഗ്രാംസ് ഉണ്ട് ഇവരുടെ അണ്ടറിൽ വരുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ചോദിക്കാൻ നല്ലോണം ചാൻസ് ഉള്ളതാണ്. ഗവൺമെൻറ് സൈറ്റ്സിൽ തന്നെ കാണപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം മസ്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. So the disease eradication programs under Union Health Ministry. The government is implementing 3 disease eradication programs. ഇപ്പം 3 ഡിസീസ് ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് ആണ് ഗവൺമെൻറ് ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, സെക്കൻഡ് നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ആൻഡ് തേർഡ് നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം. സോ TB എലിമിനേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് വളരെയധികം
ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, ഇതിൽ പെടുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ലെപ്രസിയുടെ ഇറാഡിക്കേഷൻ എലിമിനേഷൻ ആണ് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് TB. അപ്പം ഇത് മൂന്നും നമുക്ക് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. Under National Vector-Borne Disease Control Program, 3 diseases, namely malaria, filaria and Kala-Azar, are under elimination program. These diseases are targeted for elimination and not for eradication. So eliminationൽ ഇന്ത്യയിൽ പറയുന്ന അസുഖങ്ങളാണ് ഇപ്പം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. ഇതൊക്കെയാണ് മലേറിയ, ഫിലേറിയ ആൻഡ് കാല-അസാർ. Eradication of this disease is permanent, reducing to zero of the worldwide incidence of infection caused by specific agent as a result of deliberate efforts and when the innovations measures are no longer needed. However, vector-borne diseases are caused by a vector, and vector is climate sensitive and ecological driven. Vector is affected by temperature, humidity, rainfall, etc. and therefore it is not possible to eradicate the vector-borne disease completely from the world. അപ്പം ഇറാഡിക്കേഷൻ ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർമനൻറ്റ് റിഡക്ഷൻ ആണ് ആ ഒരു ഏരിയ അല്ലെങ്കിൽ വേൾഡ് വൈഡിൽ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഗ്ലോബലി അത് ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഇറാഡിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ നമ്മൾ പറയുന്നത് വെക്ടർ ബോൺ ഡിസീസസ് ആണ് ഉള്ളത്. ഇപ്പോൾ വെക്ടർ ബോണിൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ആ ഒരു വെക്ടർ ഒരു പക്ഷേ എന്താ ടെമ്പറേച്ചറോ ക്ലൈമറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും അത് ആ വെക്ടർ അപ്പം റിമൈനിങ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ കാരണങ്ങൾ കൊണ്ട് നിലനിൽക്കുന്ന ഒരു വെക്ടറിനെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എലിമിനേറ്റ് ചെയ്യാനോ ഇറാഡിക്കേറ്റ് ചെയ്ത് മാറ്റാനോ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ പറഞ്ഞു വെക്ടർ ബോൺ ഡിസീസിൽ വരുന്നതാണ് ഈ മലേറിയ, ഫൈലാറിസിസ് ഒക്കെ നമ്മൾ പറഞ്ഞു, കലാസാറൊക്കെ. അപ്പം അതിൽ ഫസ്റ്റ് വരുന്ന മലേറിയയാണ് പറയുന്നത്. മലേറിയ 2030 കൂടിയിട്ട് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇന്ത്യയിൽ നിന്ന് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാനുള്ള ഗോളോട് കൂടിയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ദെൻ ലിംഫാറ്റിക് ഫൈലാറിസിസ് എന്ന് പറയുന്നത് 2030 കൂടി തന്നെ എലിമിനേറ്റ് ചെയ്യാനുള്ള ലക്ഷ്യത്തോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സോ ഫസ്റ്റ് മലേറിയ, ദ ഗോൾ ഈസ് ടു അച്ചീവ് 0 ഇൻഡിജിയസ് കേസസ് ഓഫ് മലേറിയ ഇൻ ദ കൺട്രി ബൈ 2013, 2030. ദെൻ ലിംഫാറ്റിക് ഫൈലാറിസിസ്, ദ ഡെഫിനേഷൻ ഓഫ് ദ എലിമിനേഷൻ ഓഫ് ലിംഫാറ്റിക് ഫൈലാറിസിസ് ഈസ് ടു അച്ചീവ് ലെസ് ദാൻ 1% ഓഫ് മൈക്രോഫിലേറിയ റേറ്റ് ഇൻ ദ endemic areas. The global target for lymphatic filariasis is the elimination of the disease as public health problem by 2013. So ഈ ലിംഫാറ്റിക് ഫൈലാറിസിസിൻ്റെ എലിമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലെസ് ദാൻ 1% മൈക്രോഫിലേറിയ റേറ്റ് ഉണ്ടാവണം എന്നതാണ് ഈ എലിമിനേഷൻ ഓഫ് ദ ഫൈലാറിസിസിൻ്റെ ഒരു മെയിനായിട്ട് അവർ പറയുന്നത്. ആ ഒരു എന്ന് വെച്ചാൽ എൻഡമിക് ഏരിയാസ് എന്ന് വെച്ചാൽ ഈ ഒരു ഡിസീസ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഒരു ഏരിയയിൽ ഈ ഫൈലേറിയ റേറ്റ് എത്രയായിരിക്കണം? ലെസ് ദാൻ 1% ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഈ ലെസ് ദാൻ 1% അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് പോകുക. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനിൽ ഈ ഒരു വെക്ടർ ബോൺ ഡിസീസും അതുപോലെ തന്നെ ലെപ്രസിയുടെ ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു ക്വസ്റ്റ്യൻ്റെ പെർസെൻറ്റേജ് എത്രത്തോളമാണ് കുറവ് വേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു പാർട്ടിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ എക്സാമിനും ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഓരോ വേർഡ്സും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് തേർഡ് ഉള്ളതാണ് കാല-അസാർ. The definition for Kala-Azar elimination as a public health problem is to achieve annual incidence of less than 1 case per 10,000 population at a block level. So Kala-Azar elimination കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആനുവലി 1 കേസസ് 10,000 പോപ്പുലേഷൻ ഉള്ളതിൽ എന്താണ് ലെസ് ദാൻ 1 കേസ് ഉണ്ടാക്കുക. അതും ബ്ലോക്ക് ലെവലിലാണ് 1 കേസ് ഉണ്ടാവുക എന്നതാണ് ഈ എലിമിനേഷൻ ഓഫ് കാല-അസാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾ എഫേർട്സ് ആർ ബീങ് മെയ്ഡ് ടു അച്ചീവ് ദ ആനുവൽ ഇൻസിഡൻസ് ഓഫ് ലെസ് ദാൻ 1 കേസ് പെർ 10,000 population in all 633 endemic blocks across 54 districts in 4 states by the end of 2021. Once achieved, the elimination is to be sustained for 3 years for Kala-Azar elimination certification. അപ്പം ഇവിടെ പറയുന്നത് വെച്ചാൽ 2021 ഈ ഒരു കാല-അസാർ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ ഉള്ള ഒരു നീക്കം സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വൺസ് അത് അച്ചീവ് ചെയ്താലും 3 വർഷത്തിന് ശേഷം മാത്രമേ ഈ കാല-അസാർ കംപ്ലീറ്റ് എലിമിനേറ്റ് ആയി എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പം പുതുതായിട്ട് നോക്കുന്ന സമയത്ത് 2023 കംപ്ലീറ്റ് ആയിട്ട് കാല-അസാർ ഡിസീസ് ഇന്ത്യയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് പ്രകാരം കാണുന്നത്.
അപ്പം ഇത് ഉള്ളത് നമ്മുടെ സൈറ്റ്സിലുള്ളത് 2021 കാര്യങ്ങളാണ് ഉള്ളത്. ഇതുവരെ അവർ പുതിയ അപ്ഡേഷൻസ് ഒന്നും അതിൽ വന്നിട്ടില്ല. അപ്പം എന്തായാലും 2023 ഈ ഒരു കാലാഹസാർ കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇറാഡിക്കേറ്റ് ചെയ്തൊരു ഡിസീസാണ് ഈ കാലാഹസാർ. ചിലപ്പം ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസീസസ് തന്നിട്ട് ഇതൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. കാലാഹസാർ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ഡിസീസാണ് ഇന്ത്യയിൽ നിന്ന്. നെക്സ്റ്റ് ലെപ്രസി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലെപ്രസി വരുന്നത്. ലെപ്രസി ക്യാൻ ബി ഓൺലി എലിമിനേറ്റഡ് ആസ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആൻഡ് നോട്ട് ഇറാഡിക്കേറ്റഡ് ബിക്കോസ് ഓഫ് ദി എക്സ്ട്രാ ഹ്യൂമൻ സോഴ്സസ് റിസർവേഴ്സ് for the mycobacterium leprae, M. leprae, the agent responsible for causing leprosy. അപ്പം ലെപ്രസിക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് മൈക്കോബാക്ടീരിയം ലെപ്രേ. പഠിച്ചു വെക്കുക. However, Government of India is committed towards achieving a leprosy-free India through breaking the chain of transmission of the disease at a community level. The definition of leprosy elimination as the public health problem is to have less than 1 case per 10,000 population. India has already achieved this target at the national level in 2005. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ലെപ്രസി ഓൾറെഡി നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. 2005 ഡേറ്റ് ഓർത്ത് വെക്കുക. ആൻഡ് ഇതിൽ എലിമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 കേസ് പെർ 10,000 പോപ്പുലേഷനാണ്. ലെസ് ദാൻ 1 കേസ് പെർ 10,000 പോപ്പുലേഷനാണ് ഈ ഒരു ലെപ്രസി എലിമിനേഷൻ്റെ ഒരു റേറ്റ് പറയുന്നത്. Next, fifth one is tuberculosis. The government is implementing National TB Elimination Program with the goal to end TB by 2025. The eradication of tuberculosis is not possible due to ongoing transmission of the disease. The program is aiming at the elimination. The National Strategic Plan 2017-2012 is being implemented. അപ്പം ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം നമ്മുടെ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം അത് TB 2025 എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള ഗോളോടുകൂടിയാണ് പോകുന്നത്. നാഷണൽ സ്ട്രാറ്റജിക് പ്ലാൻ 2025 നാഷണൽ സ്ട്രാറ്റജിക് പ്ലാനും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ നോക്കിയത് ഓരോ ഡിസീസിൻ്റെയും ഒരു ചെറിയൊരു ഡെഫിനേഷൻ നോക്കി. ഇനി ഇതിനെപ്പറ്റി കുറച്ചും കൂടി കാര്യങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കാര്യം കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ഫസ്റ്റ് വരുന്നത് ഏതാണ്? മലേറിയയാണ്. ദ ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് എ നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ മലേറിയ എലിമിനേഷൻ 2016-2013 to eliminate malaria in India in a phased manner. The goal is to achieve zero indigenous cases of malaria in the country by 2027 and to sustain elimination by 2013. So 2027 കൂടിയിട്ട് എന്താ ചെയ്യുക, ആ ഒരു കേസസ് കുറയ്ക്കുക. അതുപോലെ തന്നെ എലിമിനേഷൻ 2030 കൂടി എലിമിനേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. ആൻഡ് ഈ മലേറിയനെ ഇറഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ മലേറിയ എലിമിനേഷൻ NFMC. ആൻഡ് 2016-2030 ആണ് അതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ലിംഫാറ്റിക് ഫൈലാറിസിസ്. മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ MDA ഫോർ ഡിസീസ് ട്രാൻസ്മിഷൻ കൺട്രോൾ ടു ആക്സലറേറ്റ് ഡിസീസ് എലിമിനേഷൻ ആൻഡ് ആക്സലറേറ്റഡ് പ്ലാൻ ഫോർ എലിമിനേഷൻ ഓഫ് ലിംഫാറ്റിക് ഫൈലാറിസിസ് 2018. ട്രിപ്പിൾ ഡ്രഗ് therapy then has been implemented in the 30 district and is being further scaled up. So ഇവിടെ പറയുന്നത് ഫൈലാറിസിസ് എന്നുള്ളൊരു ഡിസീസ് അതിൻ്റെ ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 3 ട്രിപ്പിൾ ഡ്രഗ് തെറാപ്പിയും കൂടിയിട്ട് ഈ ഒരു ഡിസീസിനെതിരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് അതൊരു 30 ഡിസ്ട്രിക്റ്റിലോളം തന്നെ ഈ ഒരു ഡ്രഗ് തെറാപ്പി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ 3 ട്രിപ്പിൾ ഡ്രഗ് തെറാപ്പിയിൽ ഉള്ള കാര്യങ്ങളാണെന്ന് പഠിക്കേണ്ടത്. ഐവർമെക്റ്റിൻ, ഡൈഈഥൈൽ കാർബാമസിൻ ആൻഡ് ആൽബെൻഡസോൾ. ഈ 3 ഇവർ യൂസ് ചെയ്യുന്നത്. അത് 3 പഠിച്ച് വെക്കുക. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയോ കുറച്ച് മരുന്നുകൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻസും കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പറയുന്ന ഡിസീസിന് വരുന്ന കുറച്ച് മെഡിസിൻസും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെഡിസിൻസും കൂടി പഠിച്ചു വെക്കുക. പിന്നെ ഈ ഡിസീസിന് മെയിനായിട്ട് കൊടുക്കുന്ന കുറച്ച് മെഡിസിൻസ് ഉണ്ട്. അതും കൂടി നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ പറയുന്ന നമ്മുടെ ഗവൺമെൻറ് സൈറ്റ്സിലെ ഡിസീസില്ല, മലേറിയ, ഫൈലാറിസിസ്, ലെപ്രസി, കാലാസാർ അങ്ങനത്തെ ഡിസീസിന് കൊടുക്കുന്ന ചില പ്രധാനപ്പെട്ട മരുന്നുകളുണ്ട്. എന്നുവെച്ചാൽ നമ്മളൊരു പക്ഷേ കേട്ടിട്ടുള്ള ഇതൊക്കെ ആയിരിക്കും, മെഡിസിൻസ് ആയിരിക്കും. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കൊക്കെ നല്ല പരിചയം കാണും. അപ്പം നമ്മൾ കേട്ടിട്ടുള്ളതും ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസിൻ്റെ കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. അപ്പം ആ മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് തന്നെ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടിയിട്ടൊന്ന് എടുത്ത് വെക്കുക കേട്ടോ. അതൊക്കെ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കാലാസാറിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ലാമ്പാണ്. സിംഗിൾ ഡോസ് ലൈപ്പോസോമൽ ലാംഫോടെറിസിൻ B ആണ് കൊടുക്കുന്നത് ട്രീറ്റ്മെൻറ്റിന്. ദെൻ ദ യൂസ് ഓഫ് സിന്തറ്റിക് പൈരത്രോയിഡ് ഇൻ പ്ലേസ് ഓഫ് DDT ഫോർ IRS. പിന്നെ DDTയും അതുപോലെ തന്നെ കാലാസാർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സാൻഡ് ഫ്ലൈ കൊണ്ടുള്ളൊരു ഇൻഫെക്ഷൻ വരുന്നൊരു ഡിസീസാണ് ഈ കാലാസാർ എന്ന് പറയുന്നത്. അപ്പം അതിന് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്, അപ്പം സ്പ്രേയിങ്ങും അതുപോലെ തന്നെ DDT ഒക്കെ നമ്മൾ DDTക്കും അതുപോലെ തന്നെ IRS എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ
സ്യൂഡൽ സ്പ്രേ ആണ്. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിന്തറ്റിക് പൈറിത്രോയിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹാൻഡ് കംപ്രഷൻ പമ്പ്സ് ഇൻ പ്ലേസ് ഓഫ് സ്റ്റിറപ്പ് പമ്പ്സ് ഫോർ കൺവീനിയൻസ് ആൻഡ് ക്വാളിറ്റി ഓഫ് IRS. പിന്നെ എന്താണ് നമ്മുടെ സ്റ്റിറപ്പ് പമ്പ്സ് അല്ലാതെ നമ്മുടെ കൈ കൊണ്ട് കംപ്രസ് ചെയ്യുന്ന പമ്പ്സ് എന്ന് വെച്ചാൽ ഈ IRS എന്ന് പറയുന്നത് എന്താണ്, റെസ്യൂഡൽ സ്പ്രേയിങ് ആണ്. പിന്നെ ഫ്ലൈസിന് എഗെയിൻസ്റ്റ് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സംഭവമാണ് ഈ IRS എന്ന് പറയുന്നത്. വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മൾ അതിന് സ്പ്രേ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ IRS എന്ന് പറയുന്നത്. അപ്പം ആ സ്പ്രേ ചെയ്യുന്നത് നമുക്ക് ഹാൻഡ് കംപ്രഷൻ പമ്പ്സ് ആണ് കൂടുതലും കൂടി എന്താണ് കൺവീനിയൻ്റ് ആയിട്ട് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഹാൻഡ് കംപ്രഷൻ പമ്പ്സ് ആണ് അതിന് യൂസ് ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നുള്ളൂ. ജസ്റ്റ് അത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. പിന്നെ നമ്മൾ DDTക്കും IRSൻ്റെയും ആ ഒരു സ്ഥലത്ത് നമ്മൾ സിന്തറ്റിക് പൈറിത്രോയിഡും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. റിവൈസ്ഡ് ഇൻസെൻറ്റീവ്സ് ടു PKDL പേഷ്യൻസ് ഫ്രം ₹2,000 to 4,000 ആൻഡ് ആശ ഫ്രം 300 to 500 in 2018. സോ ഈ PKDL എന്ന് വെച്ചാൽ കലാസാറുള്ള ഒരു പേഷ്യൻസിനെ തന്നെയാണ് പറയുന്നത്. PKDL എന്ന് പറയുമ്പം പോസ്റ്റ് കലാസാർ ഡെർമൽ ലെഷ്മാനിയാസിസ് എന്ന് വെച്ചാൽ കലാസാർ കോസ് ചെയ്യുന്നത് ലെഷ്മാനിയ എന്ന് പറഞ്ഞൊരു ഫ്ലൈ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരുന്നത് PKDL എന്ന് വെച്ചാൽ കാലാസാർ പേഷ്യൻസിന് അവർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ് 2,000 മുതൽ 400 രൂപ വരെയും, പിന്നെ ആശാ വർക്കേഴ്സിന് കൊടുക്കുന്നത് 300-500 ആ ഒരു റേഞ്ചിൽ 2018 ഇവരുടെ ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ പക്ക ഹൗസ് ഇൻ KA affected villages have been constructed under PMAYG. Total 25,955 houses in 2017 to 18, 1,371 houses in Bihar and 24,584 in Jharkhand. സോ ഇതിൽ കാലാവസ്ഥ അഫക്റ്റ് ചെയ്തിട്ടുള്ള വില്ലേജസിന് പക്ക ഹൗസസും കൂടിയിട്ട് ഗവൺമെൻറ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും നോക്കിയാൽ മതി അവിടെ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ലെപ്രസി റെഡാക്ഷൻ പ്രോഗ്രാമാണ്. എ വെൽ ലെയ്ഡ് ഔട്ട് ഓഫ് ഓപ്പറേഷൻ സ്ട്രാറ്റജി ഫോർ ആക്റ്റീവ് കേസ് ഡിറ്റക്ഷൻ ആൻഡ് റെഗുലർ സർവീലിയൻസ് ഹാസ് ബീൻ പുട്ട് ഇൻ പ്ലേസ് ബോത്ത് ഇൻ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് ത്രൂ ആശാസ് and frontline workers in order to ensure detection of leprosy cases on a regular basis and at early stage in order to prevent graded disabilities. സോ ഇവിടെ പറയുന്നത് വെച്ചാൽ ആശാ വർക്കേഴ്സും അതുപോലെ തന്നെ ബാക്കി ഫോർലൈൻ വർക്കേഴ്സും ഒക്കെ ഈ ഒരു ലെപ്രസി എന്ന് പറഞ്ഞ കേസ്, അതിൻ്റെ ലെപ്രസിയുടെ കേസ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഏർലി സ്റ്റേജിൽ അത് കണ്ടുപിടിക്കാനും അവർ ഒരുപാട് ഓപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം, രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമം അണ്ടറിലാണ് ഈ ലെപ്രസിയുടെ സ്ക്രീനിങ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് ഒരു 0 മുതൽ 18 years ഓഫ് ഉള്ള ആ ഒരു ചിൽഡ്രൻസിൽ ലെപ്രസി സ്ക്രീനിങ് ടെസ്റ്റ് ഇവരാണ് നടത്തിക്കൊണ്ടുണ്ടായിരുന്നത്. Next, leprosy screening has been integrated with the activities of comprehensive primary health care under Ayushman Bharat Health and Wellness Center ABHWC for screening of people above 13 years of age. അപ്പം 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ലെപ്രസിയുടെ സ്ക്രീനിങ് കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അത് നോക്കിയിരുന്നത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററിൻ്റെ കീഴിലായിരുന്നു. കോൺടാക്ട് ട്രേസിംഗ് ഈസ് ഡൺ ആൻഡ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാരിസിസ് ഈസ് അഡ്മിനിസ്ട്രേഡ് ടു എലിജിബിൾ കോൺടാക്ട്സ് ഓഫ് ഇൻഡെക്സ് കേസ് പേഴ്സൺ ഡയഗ്നോസ്ഡ് വിത്ത് ലെപ്രസി ഇൻ ഓർഡർ ടു ഇന്ററപ്റ്റ് ദ ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ അറ്റ് ദ കമ്മ്യൂണിറ്റി ലെവൽ. വേരിയസ് സർവീസസ് ആർ ബീങ് പ്രൊവൈഡഡ് അണ്ടർ ദ പ്രോഗ്രാം ഫോർ ഡിസബിലിറ്റി പ്രിവെൻഷൻ ആൻഡ് മെഡിക്കൽ റീഹാബിലിറ്റേഷൻ. That is reaction management, provision of microcellular rubber, footwear, aids and applicants, self-care kits, etc. സോ ഇവിടെ പറയുന്നത് കോൺടാക്ട് ട്രേസിങ്ങും അതുപോലെ തന്നെ ഓൾറെഡി ഈ ഒരു ലെപ്രസി ഡയഗ്നോസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലൈസിസ് എന്ന് പറഞ്ഞൊരു മെഡിസിനും കൂടി അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഇവർക്ക് പലധികം സർവീസസും കൂടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങളാണ് മെഡിക്കൽ റീഹാബിലിറ്റേഷൻ, ഡിസബിലിറ്റി പ്രിവെൻഷൻ പ്രോഗ്രാംസ്, പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആപ്ലിക്കൻസ്, എയ്ഡ്സ്, ഫുഡ്വെയർ, സെൽഫ് കെയർ കിറ്റ്സ് ഒക്കെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സർവീസസ് ഒക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത്. Then reconstructive surgeries are conducted at district hospitals, medical colleges, central leprosy institutes and welfare allowance at ₹8,000 is paid to each patient undergoing RCS. സോ പിന്നെ എന്താണ് റീകൺസ്ട്രക്റ്റീവ് സർജറീസും ഈ ഒരു ലെപ്രസി പേഷ്യൻസിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജസിലും അതുപോലെ തന്നെ ലെപ്രസി ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഒക്കെ ഇത് അവൈലബിൾ ആയിരുന്നു. ആൻഡ് അവർക്ക് അലവൻസ് ആയിട്ട് ₹8,000 കൂടിയിട്ട് എല്ലാ പേഷ്യൻസിനും ഈ ഒരു സർജറിക്ക് അണ്ടർഗോ ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ₹8,000 അവരൊരു അലവൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും ഡിസീസാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നും വിട്ടുപോകാതെ പഠിക്കാം. മെഡിസിൻസ് ആൻഡ് ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന ഏജൻറ്റ് ഏതാണ്, അതുപോലെ തന്നെ ഇവരുടെ എലിമിനേഷൻ റേറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക.
ഇനി പറയുന്നത് കുറച്ച് ഡിസീസസും കോസും പിന്നെ അവരുടെ ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു വേസിനെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് സ്മോൾ പോക്സ് കോസ് ചെയ്യുന്നത് വാരിയോള വൈറസ് ആണ് ആൻഡ് ഡിക്ലെയർ ഇറാഡിക്കേറ്റഡ് ഇൻ 1918 യൂസിങ് വാക്സിൻ. സോ സ്മോൾ പോക്സ് ഡിസീസ് ഇറാഡിക്കേറ്റ് ചെയ്തത് 1918 വാക്സിനേഷൻ യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് റിൻഡർ പെസ്റ്റ് കോസ് ചെയ്യുന്നത് റിൻഡർ പെസ്റ്റ് വൈറസ് ആണ് ആൻഡ് ഡിക്ലെയർ ഇറാഡിക്കേറ്റഡ് ഇൻ 2011 യൂസിങ് സാനിറ്ററി മെഷേഴ്സ് ആൻഡ് വാക്സിനേഷൻ. സാനിറ്ററി മെഷേഴ്സും വാക്സിനേഷനും വഴി 2011 റിൻഡർ പെസ്റ്റ് ഡിസീസ് അത് ഇറാഡിക്കേറ്റ് ചെയ്തത്. മീസിലസ് മോർബിലി വൈറസാണ് കോസ് ചെയ്യുന്നത്. വാക്സിനേഷൻ ആയിരുന്നു ഇറാഡിക്കേഷൻ മെത്തേഡായിട്ട് ഉണ്ടായിരുന്നത്. മംസ് കോസ് ചെയ്യുന്നത് മംസ് ഓർത്തോ റുബെല്ല വൈറസ് ആണ് കോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാക്സിനേഷൻ ആയിരുന്നു എലിമിനേഷൻ മെത്തേഡ്. റുബെല്ല വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. വാക്സിനേഷൻ ഈസ് ദ മെത്തേഡ്. നെക്സ്റ്റ് പോളിയോമൈറ്റിലിസ് എന്ന് വെച്ചാൽ പോളിയോ ഡിസീസ് പോളിയോ വൈറസ് കാരണമാണ് ഉണ്ടായത് ആൻഡ് വാക്സിനേഷൻ ഈസ് ദ മെത്തേഡ്. നെക്സ്റ്റ് ഗുനിയ വോം ഉണ്ടാക്കുന്നത് പാരസിറ്റിക് വോം ഡ്രാക്കോൺക്യൂലസ് മെഡിനെൻസിസ് ആണ്. ആൻഡ് ഹൈജീൻ, വാട്ടർ ഡികണ്ടാമിനേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്ന ഇറാഡിക്കേഷൻ മെത്തേഡ്സ്. നെക്സ്റ്റ് ലിംഫാറ്റിക് ഫൈലാറിസിസ് കോസ് ചെയ്തത് റൗണ്ട് വേംസ് ആണ്. പ്രിവെൻറ്റീവ് കീമോതെറാപ്പിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിസ്റ്റിക് സെറോസിസ് കോസ് ചെയ്തത് ടേപ്പ് വേംസ് ആണ്. ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇറാഡിക്കേഷൻ മെത്തേഡ്സ് സാനിറ്റേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് വാക്സിനേഷൻ ഓഫ് പിഗ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഡിസീസസും അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസും പിന്നെ എപ്പോഴാണ് ഇത് എലിമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇയറിൻ്റെ ടാർഗറ്റുമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ ഡിസീസിലും അതിനെടുക്കുന്ന എഫേർട്സും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് ആ എഫേർട്സും കൂടി ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് പോളിയോ ആണ്. പോളിയോ ഈസ് നിയർ എലിമിനേഷൻ ആൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2030 കൂടിയിട്ട് ഗ്ലോബലി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസീസ് ഇരിക്കുന്നത്. എഫേർട്സ്, വാക്സിനേഷൻ, ദെൻ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ദെൻ ഗുനിയ വേം ഡിസീസ് അതിൻ്റെ സ്റ്റാറ്റസ് നിയർ എലിമിനേഷൻ ആണ്. ഗ്ലോബൽ ഇറാഡിക്കേഷൻ ബൈ 2030 കൂടിയിട്ടാണ് ഇതിൻ്റെ ഇറാഡിക്കേഷൻ പറയുന്നത്. ഇവിടെയും എഫേർട്സ് പറയുന്നുണ്ട്. സർവീലിയൻസ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് ഒക്കെയാണ് കൊടുക്കുന്നത് എഫേർട്സ് ആയിട്ട്. നെക്സ്റ്റ് പറയുന്നത് മീസിൽസ് ആണ്. മീസിൽസും ഓൺഗോയിങ് ആണ് ആൻഡ് ഇത് എലിമിനേറ്റ് ചെയ്യുന്നത് 2025 കൂടിയിട്ടാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. എഫേർട്സ്, വാക്സിനേഷൻ ക്യാമ്പയിൻസ്, സർവീലിയൻസ് ആൻഡ് ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ സ്ട്രെങ്തനിങ് ഒക്കെയാണ് എഫേർട്സ് ആയിട്ട് വരുന്നത്. Then next cervical cancer elimination efforts launched in 2018 and target elimination by 2120. സോ ഇവിടെ പറയുന്നത് 2018 എഫേർട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇതിൻ്റെ ഗ്ലോബലി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഇയർ 2120 ആണ്. 2030 കൂടിയിട്ട് കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ജനറൽ പ്രൊഡക്ഷൻ പ്രകാരം 2120 ഒക്കെ ആവും ആ ഒരു ഡിസീസ് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈം. ഇതിൽ ഈ ഒരു ഡിസീസിന് പറയുന്ന എഫേർട്സ് പറയുന്നത് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിങ്ങും ട്രീറ്റ്മെൻറ്റും ഒക്കെ നടത്തുന്നുണ്ട്. ഇനി HIV AIDS സ്റ്റാറ്റസ് കൺട്രോൾ എഫേർട്സ് ഓൺഗോയിങ്. 13 million people living with HIV in 2022. അപ്പം എഫേർട്സ് കണ്ടിന്യൂയിങ് ആണ് ആൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2030 കൂടിയിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പോകുന്നത്. ദെൻ ഇതിൽ എഫേർട്സ് പറയുന്നത് 90% ഡയഗ്നോസ്ഡ്, 90% ട്രീറ്റ്മെൻറ്റ്, 90% വൈറലി സപ്രൈസ്ഡ്, ദെൻ ടെസ്റ്റിംഗ്, ട്രീറ്റ്മെൻറ്റ്, പ്രിവെൻഷൻ ആൻഡ് അഡ്രസ്സിങ് സോഷ്യൽ ഡിറ്റർമിനൻസ് ആണ് പറയുന്നത്. ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ടെസ്റ്റിങ്ങും ട്രീറ്റ്മെൻറ്റ്, പ്രിവെൻഷൻ എല്ലാ കാര്യങ്ങളൊക്കെയാണ് എഫേർട്സിൻ്റെ ആ ഒരു കാര്യത്തിൽ വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് B and C കൺട്രോൾ എഫേർട്സ് ഇസ് ഗോയിങ് ഓൺ ആൻഡ് ഗ്ലോബൽ കൺട്രോൾ ഈസ് ബൈ 2030 കൂടിയിട്ടാണ് ഗ്ലോബലി എൻഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എഫേർട്സ്, വാക്സിനേഷൻ, ടെസ്റ്റിംഗ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രിവെൻഷൻ മെഷേഴ്സൊക്കെ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡിസീസസ് മലേറിയയിൽ എലിമിനേഷൻ എഫേർട്സ് ഈസ് ഓൺഗോയിങ് ആണ്. ദെൻ ഗ്ലോബൽ എലിമിനേഷൻ ഈസ് ബൈ 2030 കൂടിയാണ് എലിമിനേഷൻ ആൻഡ് എഫേർട്സ് കൊടുക്കുന്നത് വെക്ടർ കൺട്രോൾ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, പ്രിവെൻഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ദെൻ ലിംഫാറ്റിക് ഫൈലാറിസിസ് elimination efforts is ongoing and global elimination by 2013. WHO's global program to eliminate lymphatic filariasis. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിംഫാറ്റിക് ഫൈലാറിസിൻ്റെ ആ ഒരു ഡിസീസ് പറയുന്ന സമയത്ത്. ദെൻ എഫേർട്സ് മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിച്ചു. ദെൻ വെക്ടർ കൺട്രോൾ കൊടുക്കുന്നുണ്ട്, സർവീലൻസും കൊടുക്കുന്നുണ്ട്. Then trachoma status elimination efforts is ongoing. Global elimination by 2023. Efforts, surgery, antibiotics, facial clearness and environment improvement. സോ ഇതിൽ പറയുന്നത് വെച്ചാൽ ഇന്ത്യയിൽ ട്രാക്കോമ എന്ന് പറഞ്ഞ ഡിസീസ് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. 2024 എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഗ്ലോബലി ഇപ്പോഴും പല കൺട്രീസിലും ഈ ട്രാക്കോമ എന്ന് പറഞ്ഞ ഡിസീസസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്സ് ഒക്കെ ഇപ്പോഴും ഓൺഗോയിങ് ആണ്. അപ്പം അതിൽ 2023 കൂടിയിട്ട് എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ
കൂടിയാണ് പോയത്. അപ്പം ഇതുവരെയും അത് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഗ്ലോബലിയാണ് എലിമിനേറ്റ് ചെയ്യാത്തത്. ഇന്ത്യയിൽ ഇത് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2024 റിപ്പോർട്ട് പ്രകാരം ട്രാക്കോമ എന്ന് പറഞ്ഞ ഡിസീസസ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാലാവസ്ഥാറാണ്. സ്റ്റാറ്റസ് എലിമിനേഷൻ എഫേർട്സ് ഈസ് ഓൺഗോയിങ് ആണ്. എലിമിനേഷൻ ആസ് എ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ബൈ 2024. അപ്പോൾ 2025 കൂടിയിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ഡിസീസ് പോകുന്നത്. ഇതിൻ്റെ എഫേർട്സ് ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, രക്ത കൺട്രോൾ ആൻഡ് സർവീലൻസ് ഒക്കെയാണ് എഫേർട്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പീഡിയാട്രിക് HIV elimination efforts is ongoing and a global elimination of the new HIV infections among children by 2025 ആണ് elimination target. Then efforts കൊടുക്കുന്നത് prevention of mother to child transmission and early diagnosis ഉം ട്രീറ്റ്മെൻറ്റും. ഇയേഴ്സ് elimination efforts is ongoing, global elimination by 2030. efforts ഇവിടെ മാസ് ട്രീറ്റ്മെൻറ്റ്, സർവീലൻസ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻ്റ് ആണ്. സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ട ഡിസീസാണ്. 1918 സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റ് ചെയ്തത്. ആൻഡ് ഇപ്പം മെയിൻറ്റെയിൻ ഗ്ലോബൽ ഇറാഡിക്കേഷൻ എഫേർട്സ്, കണ്ടിന്യൂഡ് സർവീലൻസ്, വാക്സിനേഷൻ ആൻഡ് എമർജൻസി പ്രിപ്പയർഡ്നെസ്സോ. ഇതിൽ എഫേർട്സ് ഇപ്പോഴും കൊടുക്കുന്നത് വെച്ചാൽ വീണ്ടും അവർ ഡിസീസ് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിൻസും സർവീലൻസും അതുപോലെ അങ്ങനത്തെ എമർജൻസി പ്രിപ്പറേഷൻസൊക്കെ അവർ ഇപ്പോഴും തുടർന്നെന്ന് പറയുന്നത്. ദെൻ റിൻഡർപെസ്റ്റും ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടതാണ്. 2011 റിൻഡർപെസ്റ്റ് ഇറാഡിക്കേറ്റ് ചെയ്തത്. ദെൻ മെയിൻറ്റെയിനിങ് ഗ്ലോബൽ ഇറാഡിക്കേഷൻ ടാർഗറ്റ്, ദാറ്റ്സ് എഫേർട്ട്, കണ്ടിന്യൂഡ് സർവീലൻസ്, വാക്സിനേഷൻ ആൻഡ് എമർജൻസി പ്രിപ്പയർഡൻസ്. അപ്പം ഓൾറെഡി അത് ഇറാഡിക്കേറ്റ് ചെയ്ത ഡിസീസ് ആയതുകൊണ്ട് തന്നെ തിരിച്ച് റീ എമർജൻസി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കൂടി ഇവിടെ നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ടാർഗറ്റിലും എഫേർട്സിലും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഡിസീസസ് ഉള്ളത്. അപ്പം ഇത് കോസ് ചെയ്യുന്ന ഈ ഡിസീസസും ഇനി നിങ്ങൾക്ക് കുറച്ച് ഡിസീസും കൂടി നിങ്ങൾക്ക് ഇന്ത്യയിൽ എലിമിനേറ്റ് ചെയ്യപ്പെട്ട ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോട്ട്സിൽ ഡിസീസും അത് കോസ് ചെയ്യുന്ന ഏജൻറ്റും അതുപോലെ തന്നെ ഇറാഡിക്കേറ്റ് ചെയ്യുന്ന വർഷവും, ഇനി അഥവാ ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അത് ഏത് വർഷമാണ് അത് എലിമിനേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ള ഒരു ഡീറ്റെയിൽസും കൂടിയിട്ട് എടുത്തു വെക്കുക. പിന്നെ കുറച്ച് ഡിസീസസിൻ്റെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, നമ്മുടെ മെഡിസിൻ കൊടുക്കുന്ന ഏതൊക്കെയാണ്, പ്രത്യേകിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻസിൻ്റെ പേരും കൂടി ഓർത്ത് വെക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.